റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. റഷ്യൻ സമ്പദ്വ്യവസ്ഥയുടെ നെടുന്തൂണായ എണ്ണ വ്യവസായത്തെ ലക്ഷ്യമിട്ടുള്ള ഈ നടപടികൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാൻ ഇടയാക്കിയിരിക്കുന്നു. റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലുക്കോയിലും ഉപകമ്പനികൾക്കുമെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധമാണ് ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധം പ്രഖ്യാപനം റഷ്യൻ എണ്ണയുടെ വിപണിയിലെ ലഭ്യത കുറയ്ക്കുമെന്ന ഭയം കാരണം ആഗോള എണ്ണ വിപണിയിൽ ഉടനടി വർധനവ് വരുത്തി. ഒറ്റ ദിവസം കൊണ്ട് അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കുള്ള ക്രൂഡ് ഓയിൽ വിലകളിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച മാത്രം 5.29% വില വർദ്ധിച്ച് വിപയ്ക്ക് $65.90 $5.71 വർധനവോടെ വില $61.84 ഉയർന്നു. റഷ്യൻ എണ്ണ കപ്പലുകൾക്ക് ഉപരോധം ബാധകമാവുകയും ഇവയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് പാശ്ചാത്യ ബാങ്കിംഗ് ശൃംഖലയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന ഭീഷണി ഉണ്ടാവുകയും ചെയ്തതോടെയാണ് എണ്ണ വ്യാപാരം തടസ്സപ്പെട്ടതും വില വർദ്ധിച്ചതും. ഈ വിലക്കയറ്റം ഉപഭോക്തൃ രാജ്യങ്ങളുടെ പണപ്പെരുപ്പത്തെയും സാമ്പത്തിക വളർച്ചയും പ്രതികൂലമായി ബാധിക്കും. ട്രംപിന്റെ ഈ സാമ്പത്തിക യുദ്ധതന്ത്രം റഷ്യൻ എണ്ണയുടെ വരുമാനം തടസ്സപ്പെടുത്തി യുക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ പുടിനെ പ്രേരിപ്പിക്കുക എന്ന വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്. അമേരിക്കൻ ഉപരോധം തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കാവുന്ന ആഘാതം സീരിയസ് ആണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ശക്തി അദ്ദേഹം നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കാൻ ഈ ഉപരോധത്തിന് കഴിയില്ലെന്ന് പുടിൻ വ്യക്തമാക്കി. എങ്കിലും മെച്ചപ്പെട്ടു വന്നിരുന്ന റഷ്യ ബന്ധത്തിന് ഈ നീക്കം തടയിട്ടെന്നും ഇത് ശത്രുതാപരമായ നീക്കമാണെന്നും അദ്ദേഹം ആരോപിച്ചു. നയതന്ത്ര ശ്രമങ്ങൾക്കെതിരായ വിമർശനവും ഉയർന്നു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ തകർക്കുന്നതാണ് ഉപരോധമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ പ്രതികരിച്ചു. ഉപരോധം ബാധിക്കാതിരിക്കാനുള്ള പ്രതിരോധ ശേഷി റഷ്യയ്ക്കുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. എങ്കിലും റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളായ ഇന്ത്യയും ചൈനയും പിൻവാങ്ങുന്നതും റഷ്യയ്ക്ക് കനത്ത സാമ്പത്തിക ആഘാതം നൽകുമെന്നതിലും സംശയമില്ല. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതികരണം ആഗോള എണ്ണ വിപണിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തും. പാശ്ചാത്യ ബാങ്കിംഗ് ശൃംഖലയിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന ഭയം കാരണം ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 2022 യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം അന്താരാഷ്ട്ര വിലയിലും കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 30 മുതൽ 40% വരെ റഷ്യയിൽ നിന്നായിരുന്നു. 2025 ആദ്യ 9 മാസം കണക്കിലെടുത്താൽ പ്രതിദിന ശരാശരി 19 ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ വാങ്ങിയിരുന്നത്. ഈ വലിയ അളവിലുള്ള വില കുറഞ്ഞത് എണ്ണയുടെ ലഭ്യത നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിനെയും രാജ്യത്തെ പണപ്പെരുപ്പത്തെയും സാരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെക്കുന്നതും വ്യക്തമാക്കി. റോസ്നെഫ്റ്റിൽ നിന്ന് പ്രതിദിനം 5 ലക്ഷം ബാരൽ വീതം എണ്ണ വാങ്ങാമെന്ന കരാറിൽ നിന്നും റിലയൻസിന് പിന്മാറേണ്ടി വരും. ഇന്ത്യൻ ഓയിൽ, BPCL, HPCL, ബാംഗ്ലൂർ റിഫൈനറി തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികളും റഷ്യയുടെ നേരിട്ടുള്ള ഇടപാട് നിർത്തി. ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഗൾഫ് മേഖലയിൽ നിന്നടക്കം എണ്ണ വാങ്ങുന്നത് ഉയർത്താൻ ശ്രമിക്കും. ഇത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തും. ഉപരോധം ബാധകമല്ലാത്ത യൂറോപ്യൻ വിതരണക്കാരിൽ നിന്ന് റഷ്യൻ എണ്ണ പരോക്ഷമായി വാങ്ങാനുള്ള സാധ്യതകളും ഇന്ത്യൻ കമ്പനികൾ തേടുന്നുണ്ട്. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ചൈന. ചൈനീസ് കമ്പനികൾ കടൽ വഴി മാത്രം പ്രതിദിനം 14 ലക്ഷം ബാരൽ വീതം എണ്ണ റഷ്യയിൽ നിന്നും വാങ്ങിയിരുന്നു. ചൈനയുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ സിനോപെക്, പെട്രോ ചൈന, സിനുക്, ഷെൻഹുവ ഓയിൽ എന്നിവർ റഷ്യയുമായുള്ള കുറഞ്ഞ കാലത്തിലുള്ള കരാറിൽ നിന്ന് പിൻവാങ്ങിയത് പുടിന് കനത്ത ആഘാതമാകും. ചൈനീസ് കമ്പനികളും അമേരിക്കൻ ഉപരോധത്തെ ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ തെളിവാണിത്. എങ്കിലും പാശ്ചാത്യ ബാങ്കിംഗ് സംവിധാനങ്ങളെ ആശ്രയിക്കാത്ത ചൈനീസ് ബാങ്കുകൾ വഴി റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരാനും സ്വന്തം കപ്പലുകൾ ഉപയോഗിക്കാനും ചൈന ശ്രമിച്ചേക്കാം. അമേരിക്കയുടെ ഈ ഉപരോധം കേവലം റഷ്യൻ കമ്പനികളെ മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെ മുഴുവനായാണ് അസ്ഥിരപ്പെടുത്തുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണ വിതരണ ശൃംഖലയിൽ ഒന്ന് തടസ്സപ്പെടുമ്പോൾ അത് ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും മറ്റ് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. മെച്ചപ്പെടാൻ തുടങ്ങിയ റഷ്യ നയതന്ത്ര ബന്ധങ്ങൾ ഉപരോധത്തോടെ വീണ്ടും വഷളായി. യുദ്ധം നിർത്താനുള്ള നയതന്ത്രപരമായ ചർച്ചകൾ ഇത് തകർക്കുമെന്നും പകരം സാമ്പത്തിക യുദ്ധം തുടരാൻ ഇരുപക്ഷത്തെയും പ്രേരിപ്പിക്കുമെന്നും റഷ്യ ആരോപിക്കുന്നു. വില കുറഞ്ഞ റഷ്യൻ എണ്ണ നഷ്ടപ്പെടുന്നതോടെ ഇന്ത്യയും ചൈനയും സൗദി അറേബ്യയും UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും എണ്ണ ഉറപ്പാക്കാൻ മത്സരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില വീണ്ടും ഉയർത്തുകയും ചെയ്യും. ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക വെല്ലുവിളിയാകും. റഷ്യയിലെ റോസ്നെഫ്റ്റിനും ലുക്കോയിലിനുമെതിരായ അമേരിക്ക
അമേരിക്കയുടെ ഉപരോധം ആഗോള എണ്ണ വിപണിയിൽ അനിശ്ചിതത്വത്തിന്റെ ബാരൽ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. എണ്ണവില കുതിച്ചുയരുമ്പോൾ അത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തുമെങ്കിലും ഉപഭോക്തൃ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും പോലുള്ള വളർന്നുവരുന്ന ശക്തികൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തും. റഷ്യൻ എണ്ണയുടെ ലഭ്യത കുറയുന്നതിലൂടെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ചെലവ് വർദ്ധിക്കുന്നതും പണപ്പെരുപ്പ നിരക്ക് ഉയരുന്നതും രാജ്യത്ത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഭീഷണിയാകും. ഈ സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയുടെ ബദൽ സ്രോതസ്സുകൾ കണ്ടെത്താനും ആഗോള എണ്ണ വിപണിയിൽ വില നിയന്ത്രിക്കാനും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന നയതന്ത്ര വാണിജ്യ നീക്കങ്ങൾ വരും മാസങ്ങളിൽ നിർണായകമാകും.